ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് അരിയുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം കുറേശ്ശായിട്ട്. നമ്മുടെ അരി ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മതിയാവും, കോരിയെടുക്കാം. ഇതങ്ങനെ എല്ലാ അരിയും വറുത്ത് കോരി ഇതൊന്ന് ആറണം. കുറച്ച് നിലക്കടലയുണ്ട്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്, മതിയാവും. ഇതൊരു കടായടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട്. ഇതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. കുറച്ച് ദിവസം വെക്കണമെങ്കിൽ ഇത്തിരി നന്നായിട്ട് തന്നെ തേങ്ങ വന്നാലാണ് ഇത് കേടുവരാതിരിക്കുക കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് പോയാൽ മതിയാവും. ഒരുപാട് ദിവസം എടുക്കണമെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതാക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വേവണം. നമ്മൾ 1 കപ്പ് അരി മാത്രം ഉണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് ഒരു സ്നാക്സ് റെഡി കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ അരി കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. നന്നായി തരിതരിയായിട്ടാണ് ഞാൻ ചിരവിയിട്ടുള്ളത്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഓൺ ചെയ്യേണ്ടി വരും. ഇത് അതിൻ്റെ ആവശ്യം വരും തോന്നുന്നുണ്ട്. ഞാൻ വളരെ ചെറുതായിട്ടാണ് ചിരവിയെടുത്തിട്ടുള്ളത്. നമ്മുടെ അരി ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി ആറിയിട്ടുണ്ട്. പൊടിച്ചെടുക്കുന്നത് ഒരു ലേശം തരി പോലെ ഇങ്ങനെ വേണം കേട്ടോ. എങ്കിലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. നന്നായി പൊടിഞ്ഞു പോകരുത്. നമ്മൾ നിലക്കടല ആറിയിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഓൺ ചെയ്തെടുക്കാം. തൊലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തേങ്ങ വറുത്ത കടായിലേക്ക് അത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം, അരിച്ചിട്ട്. നമ്മുടെ ശർക്കര പാനി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അതിട്ട് കൊടുക്കാം. പൊടി കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, കടലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ബാക്കി ഇതേപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ടു. നന്നായിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയിട്ട് വേണം ഉരുള ഉണ്ടാക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അരിയുണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്.